ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്. തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ ആഞ്ഞടിച്ച് CPI നേതാവ് VS സുനിൽകുമാർ. എം കെ വർഗീസ് മനസ്സുകൊണ്ട് BJP ആണെന്ന് സുനിൽകുമാർ മീഡിയ വണ്ണിനോട്. മേയർക്ക് ഇടതുപക്ഷ കൂറില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേയർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. മേയർക്ക് ചോറിവിടെയും കൂറവിടെയുമാണെന്നും സുനിൽകുമാർ. ഇന്നലെ തൃശ്ശൂരിൽ ഒരു അസാധാരണ കാഴ്ച കണ്ടു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇടതുപക്ഷത്തിന്റെ മേയറുടെ വീട്ടിലേക്ക് വന്ന് ക്രിസ്മസിന്റെ കേക്ക് കൊടുക്കുന്നു. അതിനെ തൃശ്ശൂരിൽ നിന്നുള്ള VS സുനിൽകുമാർ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇന്നലെയല്ല, 2 ദിവസം മുമ്പാണ് സംഭവിച്ചത്. എനിക്കതിൽ അത്ഭുതം തോന്നില്ല. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ ഒരിക്കലും ഇടതുപക്ഷത്തോട് യാതൊരു കമ്മിറ്റ്മെന്റുള്ള ഒരു മേയറല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തോടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ അദ്ദേഹത്തിന് ഒരു കൂറും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച ഒരു മേയറാണ് അദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ ചെലവിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേയർ എന്ന് പറയാവുന്ന ഒരാള് തൃശ്ശൂർ മേയറാണ്. അപ്പൊ അങ്ങനെ ഒരാള് അടുത്തേക്ക് BJP സംസ്ഥാന പ്രസിഡന്റ് ചെല്ലുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. നാളെ ഇനി അദ്ദേഹം BJPയിൽ ആരായി മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തെ NDA സ്ഥാനാർത്ഥിയെ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാമോ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ പദവി ദുരുപയോഗം ചെയ്ത ഒരാളാണ് ഈ മേയർ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് അദ്ദേഹം ഈ LDFന്റെ ചെലവിൽ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം LDFന്റെ ചെലവിൽ BJPക്ക് വേണ്ടി കുറെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കോർപ്പറേഷനകത്ത് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ നിരവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് യോജിക്കുന്ന ഒരാളല്ല. അഡ്ജസ്റ്റ്മെന്റിനോട് എനിക്ക് അത് യോജിപ്പുള്ള ആളല്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റിനോട് ഒരിക്കലും അന്നും ഇന്നും യോജിക്കുന്ന നാളെ യോജിക്കാൻ പോകുന്നില്ല. കാരണം നമ്മളൊക്കെ അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളാണ്. ആ നിലപാടുകളുടെ സത്യസന്ധത എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ജനങ്ങൾ നൽകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നതാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്രനായിട്ട് അദ്ദേഹം അവിടെ കോർപ്പറേഷൻ മേയറായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോടും കൂടി അദ്ദേഹം ആ കൂറ് പുലർത്തണം. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടായിരുന്നു എന്നുള്ളത് CPI വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പം ഇനി എപ്പോൾ പറഞ്ഞാലും ശരി, എനിക്കുള്ള അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചോറ് ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിന് കൂറ് അപ്പുറത്താണ്. ഈ ബോധ്യപ്പെടേണ്ടവർക്ക് എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്? അല്ല, അതിനെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞല്ലോ. കാരണം ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് തൃശ്ശൂരിലെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇപ്പം എന്തിനാ BJP സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കേക്കായിട്ട് വേറെ എത്രയോ മേയർമാർ കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പോയിട്ടില്ലല്ലോ. ഇവിടെ മാത്രം പോകേണ്ട കാര്യം എന്താ? അപ്പം അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ യാദൃശ്ചികമായിട്ടല്ല വഴികൂടെ പോകുമ്പോൾ കയറി ഒരു കേക്ക് കൊടുത്ത് പോകാമെന്ന് വിചാരിച്ച് പോകുന്നൊന്നുമല്ല. അത് ആ വഴിയൊക്കെ നേരത്തെ തന്നെ വെട്ടിയിട്ടുള്ളതും നാളേക്ക് വെച്ചിട്ടുള്ള വഴികളൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. VS സുനിൽകുമാർ ഡയറക്റ്റായിട്ട് ചോദ്യമാണ്, ഈ M K വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ വരും കാലങ്ങളിൽ BJP ആയി മാറും? അല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രവചിക്കേണ്ട ആളല്ല. നമ്മൾ ഇപ്പോഴത്തെ കാര്യം പറയും. ഇപ്പൊ അദ്ദേഹം BJPയോട് കമ്മിറ്റഡായി നിൽക്കുന്ന ഒരാളാണല്ലോ. മനസ്സുകൊണ്ട് അദ്ദേഹം BJPയോട് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവിടെ ഞാൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ആദ്യം പറയേണ്ട ആൾ അവിടുത്തെ മേയറാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഞാൻ നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റിയല്ല പറഞ്ഞത്. ഈ NDA സ്ഥാനാർത്ഥി അവിടെ കൊടുക്കാൻ പോകുന്ന വികസന പ്രവർത്തനത്തെ പറ്റി പറഞ്ഞ് അതിനെപ്പറ്റി ഇനി അദ്ദേഹം വന്നാൽ വലിയ സംഭവം ഉണ്ടാവും എന്ന നിലയിലുള്ള പ്രചരണം നടത്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് രാഷ്ട്രീയമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നു. അത് പ്രത്യേകമായ രീതിയിൽ മീറ്റ് ചെയ്യുന്നു.
അദ്ദേഹത്തെ കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ. LDFന്റെ മേയറാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി വളരെ നല്ല രീതിയിൽ, നമുക്കിപ്പോൾ ഒരു ആളെ വ്യക്തിപരമായിട്ട് എതിർക്കണമെന്നല്ല, പക്ഷേ അതിൽ അദ്ദേഹം കാണിച്ച വ്യക്തമായ സന്ദേശം എന്തായിരുന്നു? അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. അങ്ങനെ ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാറ്റണം അല്ല, അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഇനിയിപ്പോൾ നടക്കണമെന്ന് നടന്നോട്ടെ. പക്ഷെ സത്യമായിട്ട് പറയണ്ടേ, പറഞ്ഞു മാത്രമേ ഉള്ളൂ. CPIക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അദ്ദേഹത്തെ കോർപ്പറേഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം? അല്ല, CPI അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. CPI അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി DC എക്സിക്യൂട്ടീവ് DCയും കൂടി ശക്തമായ നിലയിൽ ആ അഭിപ്രായം ആവശ്യം പറഞ്ഞതാണ്. അതിന് സാങ്കേതികമായ കാരണങ്ങളാൽ മറ്റു പല കാരണങ്ങളാൽ അത് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് അവിടുത്തെ പാർട്ടി ഒരു മുന്നണി എന്നല്ല അത് സഹകരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. 6 കോർപ്പറേഷൻ ഉണ്ട്, അതിനകത്ത് ഒരു മേയർ അടുത്തേക്കാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ മേയർ അടുത്ത് പോകാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കോർപ്പറേഷൻ മേയർ അടുത്ത് പോയിട്ടും CPM അനങ്ങാതിരിക്കുന്നത് ശരിയാണോ? അല്ല, അതെന്തോ ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. അതൊന്നും ഞാൻ അതിനെപ്പറ്റി ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് എവിടെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അതെനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമുള്ള ആളല്ല. ഞാൻ ഈ MK വർഗീസായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പം. ഞാൻ അദ്ദേഹം സ്വതന്ത്രനായി ജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ ആദ്യം അദ്ദേഹത്തെ വിളിച്ചൊരാൾ ഞാനാണ്. മനസ്സിലായിട്ടോ? ഞാൻ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈക്വലായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാനാ വിളിച്ചത്, നിങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ അയാൾ കോൺഗ്രസിന്റെ റിബലായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചോദിക്കുക. അദ്ദേഹം അത് പിന്നീട് CPMന്റെ CPI നേതാക്കന്മാരൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിലൊക്കെ രാഷ്ട്രീയമായി പങ്കുവച്ചൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഇപ്പോഴും എനിക്ക് പറയാം, MK വർഗീസ് എന്ന് പറയുന്ന വർഗീസായിട്ടിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധം എനിക്ക് അദ്ദേഹത്തോടില്ല. അദ്ദേഹത്തോട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയമായ നിലപാട് ഞാൻ വ്യക്തമാക്കി. അടുത്ത തവണ BJPക്ക് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളല്ലേ. പിന്നെ അടുത്ത ഇലക്ഷനെ പറ്റി പറയുന്നത് ലോക്സഭ ഇലക്ഷനിൽ BJPക്ക് വേണ്ടി വോട്ട് വർക്ക് ചെയ്ത ആളോട് പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി അടുത്ത ഇലക്ഷനെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഈ ഇലക്ഷൻ തന്നെ ചെയ്തില്ല. എന്നാലും MK വർഗീസ് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ആളാണ്. അതിനൊപ്പം തന്നെ VS സുനിൽകുമാർ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാതെ സുരേഷ് ഗോപി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ ആളാണ്. CPIക്ക് കടുത്ത എതിർപ്പ് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന കൃത്യമായ നിലപാട് CPI സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ CPM അതിനകത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അതിനെതിരെ CPIക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ മുന്നണി ബന്ധത്തിന്റെ ഒരു വിള്ളലുണ്ടാക്കണ്ട എന്ന് കരുതിയായിട്ടായിരിക്കാം ഒന്ന് പൊതിഞ്ഞ് പറയുന്നത്. പക്ഷെ ആ പൊതിഞ്ഞ് പറച്ചിലും ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. മേയർ MK വർഗീസിനെതിരെ അതിഗുരുതരമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ VS സുനിൽകുമാർ നടത്തുമ്പോൾ അത് തൃശ്ശൂരിലെ മുന്നണി ബന്ധത്തെ, കോർപ്പറേഷൻ ഭരണത്തെയാകെ കാര്യമായി ഉലയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നമ്മൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കുമാണ് വരേണ്ടത്. അഭിമുഖമെടുത്ത സെയ്ഫ് സൻലാബ്ദീൻ ഞങ്ങളുടെ പ്രതിനിധിയൊപ്പം തൃശ്ശൂരിലെ പ്രതിനിധി K അഖിൽ എന്നിവർ തത്സമയം നമ്മോടൊപ്പം ചേരും. ആദ്യം സെയ്ഫിലേക്ക്. സെയ്ഫ്, ഇതിനു മുമ്പും മേയർ MK വർഗീസിനെതിരെയുള്ള CPIയുടെ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര വലിപ്പത്തിൽ VS സുനിൽകുമാർ തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ചു എന്ന് VS സുനിൽകുമാർ അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന CPIയുടെ സംസ്ഥാനത്തിൽ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ സുനിൽകുമാർ തുറന്നു പറയുമ്പോൾ അത് എത്ര കണ്ട് വലിപ്പമുള്ള ഒരു ആരോപണവും വിമർശനവുമാണ്. ഏതെല്ലാം നിലക്കുള്ള ഒരു പ്രത്യാഘാതം തൃശ്ശൂരിലെ മുന്നണി ബന്ധത്തിനകത്ത്, കോർപ്പറേഷൻ ഭരണത്തിനകത്ത് അത് ഉണ്ടാക്കുന്നുണ്ട് സൈഫ്? സൈഫുദ്ദീൻ, സംഘപരിവാറിനെ ആരാണ് ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുന്നത് എന്നുള്ള ചോദ്യം, അത് UDFും LDFും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഞങ്ങളാണ് സംഘപരിവാറിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നതെന്ന്. അവിടെയാണ് ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് ഉയർന്നു വരുന്നത്. അതും തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അത് ഉന്നയിക്കുന്നു. ഈ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ ഒരു മേയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ വേണ്ടി
പരസ്യമായും പരോക്ഷമായും ഇടപെടലുകൾ നടത്തി എന്നാണ് വി എസ് സുനിൽകുമാർ കുറ്റപ്പെടുത്തുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് BJP ചായവുണ്ട്, അദ്ദേഹം BJPയിലേക്ക് പോകും, അദ്ദേഹത്തിന് ചോറിവിടെയും കൂറവിടെയുമാണ് എന്ന് പറയുക കൂടി ചെയ്യുകയാണ് വി എസ് സുനിൽകുമാർ. ഇതിനോട് CPIക്ക് ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും മേയറോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാടില്ല. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞയാളാണ്. വി എസ് സുനിൽകുമാറിന് ഇതിനകത്ത് പ്രശ്നമുണ്ടാകാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ മേയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടിയിരുന്നത് വി എസ് സുനിൽകുമാർ അവിടെ MLA ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ അവിടെ നടപ്പാക്കാൻ പോകാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ MK വർഗീസിന്റെ ചോറിവിടെയും അദ്ദേഹത്തിന്റെ കൂറവിടെയുമാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇത് പ്രതികരിക്കാനുള്ള ഒരു അസാധാരണമായ പ്രതികരണമായും കാണണ്ട. കാരണം അത് പ്രതികരിക്കാനിടയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ MK വർഗീസിന്റെ വീട്ടിലെത്തി ക്രിസ്മസിന്റെ കേക്ക് കൊടുക്കുന്നത്. ക്രിസ്മസിന്റെ കേക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ആര് വീട്ടിലേക്ക് വന്നാലും താൻ സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ പോക്ക് K സുരേന്ദ്രന്റെ ആ വീട്ടിലേക്കുള്ള പോക്ക് അത് പെട്ടെന്ന് തീരുമാനിച്ച് വഴിയിലൂടെ പോയപ്പോൾ എന്നാൽ MK വർഗീസിന് ഒരു കേക്ക് കൊടുത്തിട്ട് പോകാം എന്ന് തീരുമാനിച്ചു കൊടുത്തതല്ല. ആ വഴി നേരത്തെ വെട്ടിയ വഴിയാണ്. ആ വഴി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം എന്ന വി എസ് സുനിൽകുമാറിന്റെ വാചകത്തിൽ അദ്ദേഹം BJPയിലേക്ക് തന്നെയുള്ള പോക്കാണ് എന്നുള്ളൊരു സന്ദേശം അതിനകത്ത് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. മുന്നണിയെ അല്ലെങ്കിൽ തൃശൂർ കോർപ്പറേഷനിലെ ഭരണത്തെ തൃശൂരിലെ ഇടതുമുന്നണി ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ MK വർഗീസ് തുടർച്ചയായി ഇങ്ങനെ ഇടപെടൽ നടത്തുന്നു. CPM അപ്പോഴും അതിനകത്ത് മൗനം പാലിക്കുന്നു. CPM ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറയാനോ ഒരു താക്കീത് നൽകാനോ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനോ ഒരു തിരുത്തൽ വരുത്താനോ ഒന്നും തയ്യാറാകുന്നില്ല. CPIക്ക് അതിനകത്തും അതൃപ്തിയുണ്ട്. ബോധ്യപ്പെടേണ്ടവർക്ക് അത് ബോധ്യപ്പെടട്ടെ എന്ന വാചകം അത് CPMനെ ഉദ്ദേശിച്ച് തന്നെയാണ് വി എസ് സുനിൽകുമാർ പറയുന്നത്. പക്ഷേ മുന്നണി ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉലച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് പരസ്യമായ ഒരു വിമർശനത്തിലേക്ക് അദ്ദേഹം പോകാത്തത്. പക്ഷേ വിമർശനം CPMനുള്ള വിമർശനം അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് കാണാനും കഴിയും. ഈ പ്രശ്നം ഇനിയും മുന്നണിയുടെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം CPIയുടെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അവിടെ MK വർഗീസിനെ മാറ്റിയാൽ CPM പറയുന്ന ചില തൊടുന്യായങ്ങളുണ്ട്. MK വർഗീസിനെ അവിടെ നിന്ന് മാറ്റിയാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു കോർപ്പറേഷന്റെ ഭരണം കൂടി ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സംഘപരിവാറിനെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന CPM അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാറിനെ പ്രതിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയറായ MK വർഗീസിനെ മാറ്റിക്കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് CPIയുടെ നേതാക്കന്മാർ പരസ്യമായി പറയുന്നില്ല. പക്ഷേ CPIയുടെ നേതാക്കന്മാർക്കിടയിലുള്ള അവരുടെ ഉള്ളിലുള്ള അവരുടെ യോഗങ്ങളിലുള്ള ഏറ്റവും വലിയ വികാരം അത് തന്നെയാണ്. CPM അതിനകത്ത് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇപ്പോൾ K മുരളീധരന്റെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നതായിട്ട് തോന്നുന്നു. അഖിൽ അതിന്റെ വിശദാംശം നൽകുകയായിരിക്കും. അവരുടെ അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞതായി തോന്നുന്നുണ്ട്. അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്ന് അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹം BJPക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം BJPക്ക് വേണ്ടിയാണ് നേരത്തെ പണിയെടുത്തത്, ഇനി അദ്ദേഹം BJPക്ക് വേണ്ടിയാണ് പണിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരാളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാട് അത് വി എസ് സുനിൽകുമാർ സ്വീകരിച്ച് കഴിഞ്ഞു. അത് അദ്ദേഹവുമായി ഒരു തരത്തിലുള്ള യോജിപ്പ് രാഷ്ട്രീയ വ്യക്തിപരമായി അദ്ദേഹത്തെ വർഗീസേട്ടൻ എന്നൊക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ട്. ശരി, സൈഫ് തുടരുക. അഖിൽ കൂടി തൃശ്ശൂരിൽ ചേരുന്നുണ്ട്. അഖിൽ, ഈ MK വർഗീസിന്റെ മനസ്സ് BJPക്ക് ഒപ്പമാണെന്ന് തുറന്നു പറയുകയാണ് വി എസ് സുനിൽകുമാർ. അപ്പോൾ ആ മനസ്സ് CPIയും സുനിൽകുമാറും കൃത്യമായി വായിക്കുന്നുണ്ട്. ഒരു തരം നിസ്സഹായാവസ്ഥയിൽ പെട്ടെന്ന് നിലപാടിലേക്ക് CPMന് പോകാൻ കഴിയുന്നില്ല എങ്കിൽ കൂടിയും പക്ഷേ ആ എതിർപ്പ്, ആ CPIയുടെ എതിർപ്പ്, സുനിൽകുമാറിന്റെ എതിർപ്പ്, ഇനിയൊരു വേള CPM തന്നെ എതിർപ്പ് ഉയർത്തിയാലും അത് വകവെക്കുന്നില്ല MK വർഗീസ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം കേക്കുമായി ആകെ എത്തിയത് ഇപ്പോൾ സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ, എത്ര മേയർമാരുണ്ട് കേരളത്തിൽ, പക്ഷേ ആകെ സുരേന്ദ്രൻ കേക്കുമായി എത്തിയത് ഒരേ ഒരു MK വർഗീസിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ആ എതിർപ്പ് വകവെക്കുന്നില്ല MK വർഗീസ്. എന്താണ് MK വർഗീസിന്റെ മനസ്സിലുള്ളത്? എന്താണ് അദ്ദേഹത്തിന്റെ ഉന്നം? അഖിൽ,
സൈഫ് പറഞ്ഞതുപോലെ തന്നെ, അതായത് MK വർഗീസിനെതിരെ ഇതാദ്യമായല്ല സുനിൽകുമാർ രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യ സുനിൽകുമാറിന്റെ പ്രതികരണം, ആ ആദ്യ പ്രതികരണത്തിൽ പോലും MK വർഗീസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയാണ് സുനിൽകുമാർ എന്നുള്ളതാണ്, ക്ഷമിക്കണം, മേയർ എന്നുള്ളതാണ് ഈ സുനിൽകുമാറിന്റെയും CPM ഒക്കെ ഒരു ആരോപണം. CPIയുടെ ജില്ലാ കൗൺസിലും ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയിലും അടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഈ മേയർക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു കോർപ്പറേഷൻ ഭരണത്തിൽ 3.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള 1.5 വർഷക്കാലം അത് CPIക്കുള്ളതാണ് മേയർ സ്ഥാനം എന്നുള്ളൊരു മുൻധാരണ ഉണ്ടായിരുന്നു. അത് പ്രകാരം രാജിവെക്കാൻ മേയർ തയ്യാറായിരുന്നില്ല. ഇതാണ് CPI ഏറ്റവും ആദ്യം ചൊടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന സുരേഷ് ഗോപി പ്രശംസ, ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് വലിയ വിമർശനത്തിലേക്ക് CPI തന്നെ, ഒരു തുറന്ന വിമർശനത്തിലേക്ക് CPI തന്നെ വന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി CPM ജില്ലാ സെക്രട്ടറിയെ കണ്ട് തങ്ങളുടെ പരിഭവം പറയുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ CPMന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, അതായത് ഈ ഒരു കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്ന ഒരു തുലാസിൽ നിൽക്കുന്നതാണ്. അതായത് 25 CPMനും CPM LDFനും 24 കോൺഗ്രസും. അതിൽ ഈ 25-ൽ 5 സ്വതന്ത്രർ, ഒരു കേരള കോൺഗ്രസ്, ഒരു JD, ഒപ്പം തന്നെ 4 CPI. ഇതൊക്കെപ്പാടെ ചേർന്ന ഒരു കൂട്ടുകൃഷിയാണ് CPMന്റെ ഈ തൃശൂർ കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു കൂട്ടുകൃഷിയിൽ നിൽക്കുമ്പോൾ മേയർ നിൽക്കുന്നവരെ മേയർ മറുകണ്ടത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, മേയർ മാറിക്കഴിഞ്ഞാൽ ഈ ഭരണം തന്നെ നഷ്ടമാവും എന്നുള്ളതാണ് CPIയുടെ സംശയം. അതുകൊണ്ട് തന്നെ CPMന് മേയർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മറുകണ്ടത്തേക്ക് അല്ലെങ്കിൽ മറുകണ്ടത്തേക്ക് ചാടുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭരണം തന്നെ നഷ്ടമാകും എന്നുള്ളൊരു സാഹചര്യം. അതാണ് CPMനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ CPMന് ഇതിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഉലയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിമർശനം ഉയർന്നത്, അതായത് ഈ ഒരു കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ മേയർ MK വർഗീസ് BJPക്ക് ഒപ്പം ചേക്കേറും, അല്ലെങ്കിൽ BJPക്കൊപ്പം പോകും എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ തൃശ്ശൂരിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ഇത്തരത്തിൽ MK വർഗീസ് പ്രത്യക്ഷപ്പെടും എന്നൊരു പരോക്ഷമായ അല്ലെങ്കിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തൃശ്ശൂരിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു സൂചനകളാണ് ഈ തുടർച്ചയായുള്ള സുരേഷ് ഗോപി പ്രശംസ. ഒപ്പം തന്നെ ഇപ്പോൾ K സുരേന്ദ്രന്റെ മേയറെ വീട്ടിൽ ക്രിസ്മസ് ദിനത്തിൽ വീട്ടിലെത്തി കണ്ടുള്ളൊരു സന്ദർശനം, ഇതൊക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ പല നേതാക്കളെയും ക്രിസ്മസ് സ്നേഹസമ്പർക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോഴും ഈ ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ പോയി കാണാനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. മിലിത്യൂസ് ഉണ്ടായിരുന്നു, മിലിത്യൂസിന്റെ അടുത്തേക്ക് പോയില്ല. പോയത് ഈ തങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഒരു മൃദു സമീപനം. എന്തുകൊണ്ട് വേഗത്തിൽ CPM MK വർഗീസിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഉത്തരം, MK വർഗീസിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ MK വർഗീസ് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം വീഴും എന്നുള്ളത് തന്നെയാണ്. ആകെയുള്ള 55 സീറ്റുകളിൽ 24-25 എന്നുള്ളതാണ് കക്ഷിനില. MK വർഗീസ് പിന്തുണ പിൻവലിച്ചാൽ മാത്രമാണ് കോർപ്പറേഷൻ ഭരണം വീഴും. അതുകൊണ്ട് അങ്ങനെ ഒരു ഭരണസ്തംഭനം, അനിശ്ചിതത്വം, ഭരണസമിതി വീഴുന്നതിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്നുള്ള ഒരു സമീപനമാണ് CPM അതിനകത്ത് സ്വീകരിക്കുന്നത്. പക്ഷേ CPI കർശനമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ VS സുനിൽകുമാറിന്റെ പ്രതികരണത്തിലടക്കം കാണുന്നത്. ഇത് ഇനിയും വളർന്ന് എത്ര കണ്ട് MK വർഗീസിന്റെ നിലവിലുള്ള സ്ഥാനത്തിന് എത്ര കണ്ട് അത് ഭീഷണിയാകും, CPMന് വേഗത്തിലൊരു നിലപാടെടുക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യങ്ങൾ മുന്നിലുണ്ട്. എന്ന് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.